രാജ്യത്തെ വമ്പൻ ഐ ടി കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസ് 2% ജീവനക്കാരെ പിരിച്ചുവിടുന്നതായി റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട്. 2026 സാമ്പത്തിക വർഷത്തിലാണ് ജീവനക്കാരെ പിരിച്ചുവിടുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. മിഡിൽ സീനിയർ മാനേജ്മെന്റ് തലത്തിലുള്ള 12,200 പേർക്ക് ജോലി നഷ്ടമാകുമെന്നാണ് സൂചന. TCSന് ഏകദേശം 6,13,000 ജീവനക്കാരാണുള്ളത്. വിവിധ പ്രവർത്തനങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയെ വിന്യസിക്കുന്നതിനാലാണ് പുതിയ നടപടിയെന്ന് സൂചനയുണ്ട്. ആഗോളതലത്തിൽ IT കമ്പനികൾ ജീവനക്കാരെ കുറയ്ക്കുന്ന പ്രവണത നിലവിലുണ്ട്. കമ്പനിയുടെ സേവനങ്ങൾ തടസ്സപ്പെടാത്ത രീതിയിലായിരിക്കും തൊഴിൽ പുനഃക്രമീകരണം നടപ്പിലാക്കുകയെന്ന് TCS പ്രസ്താവനയിൽ വ്യക്തമാക്കി. IT രംഗത്ത് ഭാവി സുനിശ്ചിതമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും കമ്പനി അധികൃതർ പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ കടന്നുവരവാണ് ജോലി വെട്ടിക്കുറയ്ക്കലിനെ ഇടയാക്കിയതെന്ന വാർത്തകൾ TCS അധികൃതർ നിഷേധിച്ചു. IT മേഖലയിൽ പ്രവർത്തന രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഭാവിക്കായി സജ്ജമാകേണ്ടതുണ്ടെന്നും TCS CEO K. കൃതിവാസൻ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു. നിർമ്മിത ബുദ്ധി പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും പ്രവർത്തന രീതികളിലെ മാറ്റങ്ങളെക്കുറിച്ചും കമ്പനി ചർച്ച ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ സാങ്കേതിക മേഖലകളിൽ നിക്ഷേപം നടത്താനും പുതിയ വിപണികളിൽ പ്രവേശിക്കാനും അടുത്ത തലമുറയിലേക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുമാണ് കമ്പനിയുടെ ശ്രദ്ധയെന്നും അധികൃതർ പറഞ്ഞു. $283 ബില്യൺ വരുമാനമാണ് ഇന്ത്യൻ IT മേഖല പ്രതിവർഷമുണ്ടാക്കുന്നത്. ഇന്ത്യൻ IT മേഖലയിൽ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള TCSന്റെ ആസ്ഥാനം മുംബൈയാണ്.